Hello dear students, plus 2 chapter number 3 data structures. അതാ അതിമനോഹരമായ ചാപ്റ്ററാണ്. 6 ടോപ്പിക്കാണ് ഈ ചാപ്റ്ററിൽ ഉടനീളമുള്ളത്. ഫസ്റ്റ് ടോപ്പിക്ക് എന്താണ് ഡാറ്റ സ്ട്രക്ചർ എന്ന് പഠിക്കും. രണ്ടാമത്തെ ഡാറ്റ സ്ട്രക്ചറിൻ്റെ ഓപ്പറേഷൻസ്, ക്ലാസിഫിക്കേഷൻ, സ്റ്റാക്ക്, ക്യൂ, ലിങ്ക്ഡ് ലിസ്റ്റ്. നമുക്ക് ഓരോന്നായിട്ട് ഒന്ന് സെറ്റാക്കി നോക്കാം. ടോപ്പിക് നമ്പർ 1. ടോപ്പിക് നമ്പർ 1ൽ എന്താണ് ഡാറ്റ സ്ട്രക്ചർ എന്നാണ് പഠിക്കേണ്ടത്. എന്താ ആക്ച്വലി ഡാറ്റ സ്ട്രക്ചർ? ഡാറ്റയുടെ സ്ട്രക്ചർ എന്ന് പറയുന്ന പേരാണ് ഡാറ്റ സ്ട്രക്ചർ. പക്ഷെ അങ്ങനല്ലേ നമുക്ക് എഴുതേണ്ടത്. അതായത് നല്ല രീതിയിൽ അറേഞ്ച്മെന്റ് ഉള്ള സാധനത്തിന് പറഞ്ഞ പേരാണ് ഡാറ്റ സ്ട്രക്ചർ. ഡാറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ വേ ഓഫ് ഓർഗനൈസിങ് ആണ്. അറേഞ്ച്മെന്റ് ആണ്. ഓർഗനൈസിങ് അല്ലെ അറേഞ്ച്മെന്റ് ആണ്. എങ്ങനത്തെ ഡാറ്റാസ് സിമിലർ ആവാം, അല്ലെങ്കിൽ ഡിസിമിലർ ഡാറ്റാസ് ആവാം, ലോജിക്കലി റിലേറ്റഡ് ഡാറ്റ ഐറ്റംസ് ആവാം, വിച്ച് ക്യാൻ ബി പ്രോസസ്ഡ് ആസ് എ സിംഗിൾ യൂണിറ്റ്. അല്ലെങ്കിൽ നല്ല ഡെഫിനേഷൻ, ഇറ്റ് ഈസ് എ വേ ഓഫ് ഓർഗനൈസിങ് ആണ്, അറേഞ്ച്മെന്റ് ആണ്, കളക്ഷൻ ഓഫ് സിമിലർ ഓർ ഡിസിമിലർ ഡാറ്റാസ് ഇൻ എ പെർട്ടിക്കുലർ മാനർ. ഒരു പ്രത്യേക രീതിയിൽ അറേഞ്ച്മെന്റ് വേണം, അല്ലാത്ത പരിപാടിയില്ല. അറേഞ്ച്മെന്റ് വേണം എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ ഒന്ന് എഴുതി നോക്കാം. എക്സാമ്പിൾ, അറേഞ്ച്മെന്റ് വേണം. സി ഡികളെല്ലാം നല്ല രീതിയിൽ അറേഞ്ച്മെന്റ് ആണ്. ബുക്സ് ഇൻ ലൈബ്രറി അറേഞ്ച്മെന്റ് ആണ്. ബുക്സ് ഇൻ ലൈബ്രറി അല്ലെ. ഡ്രസ് ഇൻ ഷെൽഫ്, ഡ്രസ്സസ് ഇൻ ഷെൽഫിലുള്ള ഡ്രസ്സ്. പ്ലേറ്റ്, ഗ്ലാസ്, പ്ലേറ്റ്, കളക്ഷൻ ഓഫ് പ്ലേറ്റ്സ് ഓർ ഗ്ലാസ് ഇൻ എ സ്റ്റാൻഡ്, ഒരു സ്റ്റാൻഡിലുള്ള സാധനം. പിന്നെ അതേപോലെ വെഹിക്കിൾ പാർക്കിംഗ്. ഇതൊക്കെ നല്ല രീതിയിൽ അറേഞ്ച്മെന്റ് ഉള്ളതാണ്. എന്നാൽ അറേഞ്ച്മെന്റ് ഇല്ലാത്ത സാധനം പഠിക്കുക. ദാറ്റ് ഈസ് കളക്ഷൻ ഓഫ് ടോയ്സ്, അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് ഫുഡ് ഐറ്റം, പാക്ക് ചെയ്യാത്ത ഫുഡുകൾ. അതായത് അറേഞ്ച്മെന്റ് വേണം. അറേഞ്ച്മെന്റ് ഇല്ലേ. കളക്ഷൻ ഓഫ് ടോയ്സിന്റെ പ്രത്യേകത എന്താ? ടോയ്സ് ഇങ്ങനെ കൂട്ടിയിട്ടൊക്കെ ഉണ്ടാവുക. അതിൽ എന്തുണ്ടാവില്ല? അറേഞ്ച്മെന്റ് ഉണ്ടാവില്ല. ദാറ്റ് ഈസ് കോൾഡ് എന്താടാ? അറേഞ്ച്മെന്റ് ഉള്ളതിനെ പറഞ്ഞ പേരാണ് ഡാറ്റ സ്ട്രക്ചർ. ഫസ്റ്റ് ടോപ്പിക് ഈസ് ഓവർ. നമ്മൾ നോക്കി നോക്കാം. രണ്ടാമത്തെ ടോപ്പിക് ഇമ്പോർട്ടൻ്റ് ആണ്. ഡാറ്റ സ്ട്രക്ചർ ഈസ് ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു 2. രണ്ട് ടൈപ്പ് ഡാറ്റ സ്ട്രക്ചർ ആണ്. ഫസ്റ്റ് വൺ ഈസ് സിമ്പിൾ ഡാറ്റ സ്ട്രക്ചർ. സിമ്പിൾ ഡാറ്റ സ്ട്രക്ചർ, അല്ലെങ്കിൽ നമുക്ക് ഇതെന്ത് ചെയ്യാം അല്ല, സിമ്പിൾ ഡാറ്റ സ്ട്രക്ചർ ഈസ് ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു 2. ഫസ്റ്റ് വൺ ഈസ് സിമ്പിൾ ഡാറ്റ സ്ട്രക്ചർ, സിമ്പിൾ ആണ്. എന്നാൽ മറ്റുള്ളത് കോമ്പൗണ്ട് ഡാറ്റ സ്ട്രക്ചർ ആണ്. സിമ്പിളും കോമ്പൗണ്ടും. എന്താ സിമ്പിളും കോമ്പൗണ്ടും നമ്മൾ വ്യത്യാസം? സിമ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ അറിയുന്ന സാധനമാണ്. സിമ്പിൾ ഡാറ്റ സ്ട്രക്ചർ ഈസ് അഗൈൻ ക്ലാസിഫൈഡ് ഇൻ ടു 2, അറേ ആൻഡ് സെക്കൻഡ് വൺ ഈസ് സ്ട്രക്ചർ. അറേയും സ്ട്രക്ചറും. എന്നാൽ കോമ്പൗണ്ട് ഡാറ്റ സ്ട്രക്ചർ ഈസ് അഗൈൻ ക്ലാസിഫൈഡ് ഇൻ ടു 2, ലീനിയർ ഡാറ്റ സ്ട്രക്ചർ, ഒരു ലൈനിലുള്ള സാധനം. എന്നാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ, ലൈനിലല്ലാത്ത സാധനം. എന്താ? ലീനിയർ ഡാറ്റ സ്ട്രക്ചർ ഈസ് അഗൈൻ ക്ലാസിഫൈഡ് ഇൻ ടു 3. ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന്, അട്ടിക്കിട്ട് വെച്ച സാധനം, ദാറ്റ് ഈസ് കോൾഡ് സ്റ്റാക്ക്, ക്യൂ. ആൻഡ് തേർഡ് വൺ ഈസ് കണക്ട് ചെയ്ത് പോവുക. ദാറ്റ് കോൺസെപ്റ്റ് ഈസ് കോൾഡ് ലിങ്ക്ഡ് ലിസ്റ്റ്. അപ്പം ലീനിയർ ഡാറ്റ സ്ട്രക്ചറായി. അതിൻ്റെ ഓപ്പോസിറ്റ് നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ ഏതൊക്കെ? ഗ്രാഫ് ആൻഡ് ഫൈനലി ട്രീ. ഇതിൻ്റെ പ്രത്യേകത, ഇത് അവസാനിക്കൂല, ഇതിങ്ങനെ വലുതായി പോവുക ചെയ്യുക. അപ്പം ഇതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ സ്ട്രക്ചർ. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഡാറ്റ സ്ട്രക്ചർ ഈസ് ബ്രോഡ്ലി അപ്പോൾ സിമ്പിൾ എന്നുള്ള സാധനം നമ്മൾ നേരത്തെ പഠിച്ചതാണ്, അറേയും സ്ട്രക്ചറും. അപ്പോൾ ഈ പഠിക്കാത്ത സാധനം എന്താ? ലീനിയർ ഡാറ്റ സ്ട്രക്ചറാണ്. സ്റ്റാക്ക്, ക്യൂ, ലിങ്ക്ഡ് ലിസ്റ്റ്, ഗ്രാഫും ട്രീയും നെക്സ്റ്റ് അല്ലേ ഹയർ സ്റ്റഡിയിൽ നമുക്ക് പഠിക്കാം. സോ നെക്സ്റ്റ് ടോപ്പിക് സ്റ്റാറ്റിക് ഡാറ്റ. എൻ്റെ മോനോ, ചാപ്റ്റർ നമ്പർ 1ൽ നമ്മൾ കേട്ട് പരിചയമുണ്ട് സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷനും ഡൈനാമിക് മെമ്മറി അലോക്കേഷനും. ചാപ്റ്റർ നമ്പർ 2ൽ സ്റ്റാറ്റിക് പോളിമോർഫിസും ഡൈനാമിക് പോളിമോർഫിസും. ചാപ്റ്റർ നമ്പർ 3ൻ്റെ പ്രത്യേകത എന്താ? സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചറും ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചറും. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? ഫിക്സഡ് ആയി കിടക്കുന്ന സാധനം. എന്താ ഫിക്സഡ് ആയി കിടക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചറാണ്. അപ്പോൾ സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചറിൽ അറേ സ്റ്റാറ്റിക് ആണ്, സ്ട്രക്ചർ സ്റ്റാറ്റിക് ആണ്. അതേപോലെ നമ്മുടെ സ്റ്റാക്ക് സ്റ്റാറ്റിക് ആണ്, ക്യൂ സ്റ്റാറ്റിക് ആണ്. എന്നാൽ ഇതൊന്നുമല്ലാത്ത ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചറിൽ വരുന്നതാണ് ലിങ്ക്ഡ് ലിസ്റ്റ്. കണക്ട് ചെയ്ത് പോകുന്ന പ്രതിഭാസം, ദാറ്റ് ഈസ് കോൾഡ് ലിങ്ക്ഡ് ലിസ്റ്റ്. ഗ്രാഫ് ഡൈനാമിക് ആണ്.
ആൻഡ് ഫൈനലി 3 ഡൈനാമിക് ആണ്. സെക്കൻഡ് ടോപ്പിക് ഈസ് ഓവർ. സോ തേർഡ് ടോപ്പിക് നമ്മൾ സി ഡി പാക്ക് മനസ്സിൽ കാണാം. ആ സി ഡി പാക്കിലേക്ക് നമുക്ക് എന്തൊക്കെ ചെയ്യാം? ഒരു സി ഡി ഇൻസേർട്ട് ചെയ്യാം, സി ഡി എടുത്ത് റിമൂവ് ചെയ്യാം, ഒരു സി ഡി ഉണ്ടോ എന്നുള്ളത് തപ്പാം, സെർച്ച് ചെയ്യാം, ഒരു നല്ല രീതിയിൽ അറേഞ്ച്മെൻറ്റ് വെക്കാം, സോർട്ട് ചെയ്യാം, ദെൻ 2 സി ഡി പാക്കുകൾ കമ്പൈൻ ചെയ്യാം, മെർജിങ്, ആൻഡ് ഫൈനലി എല്ലാ സി ഡികളും ജസ്റ്റ് ഒന്ന് ട്രാവേഴ്സ് ചെയ്യാം. ഓപ്പറേഷൻ ട്രാവേഴ്സൽ. ട്രാവേഴ്സൽ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് വിസിറ്റിംഗ് ഓൾ ദ എലമെന്റ്സ്, വിസിറ്റിംഗ് ഈച്ച് എലമെന്റ് ഇൻ ദ ഡാറ്റ സ്ട്രക്ചർ. രണ്ടാമത്തെ എലമെന്റ് ആണ് സെർച്ചിങ്. സെർച്ചിങ്ങിന്റെ അർത്ഥം എന്താ? സെർച്ച് ചെയ്യുക, ഫൈൻഡിങ് ദ ലൊക്കേഷൻ ഓഫ് എ പർട്ടിക്കുലർ എലമെന്റ്. മൂന്നാമത്തെ എലമെന്റ് ഇൻസേർട്ടിംഗ് ആണ്. ഇൻസേർഷൻ മീൻസ് എന്താ? ആഡിങ് എ ന്യൂ എലമെന്റ് ഇൻ ടു ദ ഡാറ്റ സ്ട്രക്ചർ. ഡിലീഷൻ മീൻസ് റിമൂവിങ് ആൻ എലമെന്റ് ഫ്രം ദ ഡാറ്റ സ്ട്രക്ചർ. അഞ്ചാമത്തെ എലമെന്റ് ആണ് സോർട്ടിംഗ്. എന്താ സോർട്ടിംഗ്? നല്ല രീതിയിൽ അറേഞ്ച്മെന്റ് ചെയ്യുക, അറേഞ്ച്മെന്റ് ഓഫ് എലമെന്റ്സ് ഇൻ either അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡർ. ആൻഡ് ഫൈനലി 2 ടാബിൾ അല്ലെങ്കിൽ 2 സാധനങ്ങൾ കമ്പൈൻ ചെയ്യാം, കമ്പൈനിങ് 2 ഡാറ്റ സ്ട്രക്ചർ, ദാറ്റ് ഈസ് കോൾഡ് മെർജിങ്. തേർഡ് ടോപ്പിക് ഈസ് ഓവർ. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് നമ്പർ 4, സ്റ്റാക്ക്. സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ അട്ടിക്കിട്ട സാധനം. അപ്പോൾ അട്ടിക്കിട്ട സാധനം എന്ന് പറയുമ്പോൾ ഓർത്ത് വെക്കേണ്ട ഫസ്റ്റ് എക്സാമ്പിൾ ആണ് സി ഡി പാക്ക്. എന്താ സി ഡി പാക്കിന്റെ പ്രത്യേകത? എന്താ? സി ഡികൾ ഇങ്ങനെ എന്ത് ചെയ്യൂടാ? അട്ടിക്കിട്ട് വെച്ചിട്ടുണ്ടാവും അല്ലേ? സി ഡികൾ ഇങ്ങനെ ഇവിടെ പ്ലേസ് ചെയ്യും, ആണോ അല്ലേ? അപ്പോൾ ഈ സി ഡി പ്ലേസ് ചെയ്യുമ്പോൾ പ്രത്യേകം എന്താ? സി ഡി വെക്കുന്നത് മുകളിലാണ്, എടുക്കുന്നതും മുകളിലാണ്. ഇൻസേർഷൻ ആൻഡ് ഡിലീഷൻ ആർ ടേക്സ് പ്ലേസ് അറ്റ് 1 end. ഒരൊറ്റ തലയിലാണ് 2 എൻഡും 2 സാധനങ്ങളും വർക്ക് ചെയ്യുന്നത്. ഇൻസേർഷൻ ആൻഡ് ഡിലീഷൻ ആർ ടേക്സ് പ്ലേസ് അറ്റ് 1 end, ഒരു സ്ഥലത്താണ്. ദാറ്റ് എൻഡ് ഈസ് കോൾഡ് ടോസ് എന്ന് പറയും. ടോസ് എന്താ? ടോസിൻ്റെ അർത്ഥം ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് അല്ലെ? നമ്മൾ പൊറാട്ടകൾ അല്ലെങ്കിൽ ഐസ്ക്രീമിൻ്റെ കോണുകൾ അല്ലെങ്കിൽ പ്ലേറ്റുകൾ അട്ടിക്കിടുമ്പോൾ ഏത് പ്ലേറ്റാണ് എടുക്കുക? മുകളിലത്തെ പ്ലേറ്റാണ് എടുക്കുക. ആ പ്ലേറ്റ് എപ്പം വെച്ചതായിരിക്കും? ലാസ്റ്റ് വെച്ചതായിരിക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രിൻസിപ്പിൾ ഈസ് കോൾഡ് ലിഫോ. ലാസ്റ്റ് ഇൻ ആയാളാണ് ഫസ്റ്റ് ഔട്ട് ആവുക. അപ്പം ഈ സ്ലൈഡിൽ 4 കാര്യമാണ് ഓർത്ത് വെക്കേണ്ടത്. ഒരു എക്സാമ്പിൾ സി ഡി പാക്ക് അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് പ്ലേറ്റ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അട്ടിക്കിട്ട സാധനം. രണ്ടാമത്തത് ഇൻസേർട്ട് ചെയ്യുന്നതും ഡിലീറ്റ് ചെയ്യുന്നതും ഒരേ സ്ഥലം. നമ്മളെ ചെയറുകൾ അട്ടിക്കിട്ട ചെയറുകൾ അല്ലെ? കല്യാണ പെരയിലേക്ക് കൊണ്ടുപോകുന്ന ലോറിയിൽ കൊണ്ടുപോകുന്ന ചെയറുകൾ, എവിടെ ചെയറുകൾ അട്ടിക്ക് ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ടാവും. ഏത് ചെയറാണ് ഇരിക്കാൻ എടുക്കുക? മുകളിലത്തെ ചെയറാണ് എടുക്കുക അല്ലെ? വെക്കുന്നത് അവിടെ മുകളിലാണ്. ഇൻസേർട്ട് ചെയ്യണം, ഡിലീറ്റ് ചെയ്യണം, 1 end. ദാറ്റ് എൻഡ് ഈസ് കോൾഡ് ടോസ്. മൂന്നാമത്തെ പോയിന്റ്. നാലാമത്തെ പോയിന്റ് ലിഫോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് എന്തൊക്കെ ചെയ്യാം? സി ഡി പാക്കിലേക്ക് എന്തൊക്കെ ചെയ്യാം? സി ഡി ഇൻസേർട്ട് ചെയ്യാം, സി ഡി എടുക്കാം. ഇൻസേർട്ട് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് പുഷ് എന്ന് പറയും. ഡിലീറ്റ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് പോപ്പ്. അത് നോട്ട് ചെയ്ത് വെക്കാം. പ്രോസസ് ഓഫ് ആഡിങ് എ ന്യൂ എലമെന്റ്, ഒരു പുതിയ എലമെന്റ് ആഡ് ചെയ്യുക ഇൻ ടു ദ സ്റ്റാക്ക് ഈസ് കോൾഡ് പുഷിങ്. എലമെന്റ് റിമൂവ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് പോപ്പിംഗ്. പ്രോസസ് ഓഫ് റിമൂവിങ് ആൻ എക്സിസ്റ്റിംഗ് എലമെന്റ് ഫ്രം എ സ്റ്റാക്ക്. സ്റ്റാക്കിൽ നിന്നും ഒരു എലമെന്റ് റിമൂവ് ചെയ്യുന്നതിന് പറഞ്ഞ പേര് പോപ്പ്. ഇൻസേർട്ട് ചെയ്യുന്നതിന് പറഞ്ഞ പേര് പുഷ്. എടുക്കുന്നതിന് പറഞ്ഞ പേര് പോപ്പ്. നിറഞ്ഞൊഴുകിയോടുത്ത് അല്ലെ? ഫുള്ളായി കിടക്കുന്നിടത്ത് ഒരു എലമെന്റ് ആഡ് ചെയ്താൽ അതിനെ പറഞ്ഞ പേരാണ് ഓവർഫ്ലോ. എന്താ? പ്രോസസ് ഓഫ് ആഡിങ് എ ന്യൂ എലമെന്റ് ഇൻ ടു ദി ഫുൾ സ്റ്റാക്ക്. ഫുൾ സ്റ്റാക്ക് ആഡ് ചെയ്യുക. എവിടേക്ക്? ഫുൾ സ്റ്റാക്കിലേക്ക് ആഡ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ഓവർഫ്ലോ. എന്നാൽ റിമൂവ് ചെയ്യുക എവിടുന്ന്? എം ടി ആയോടുത്തുനിന്ന്, എം ടി സ്റ്റാക്കിന്ന്, അതിനെ പറയുന്ന പേരാണ് അണ്ടർഫ്ലോ. അപ്പം 4 പോയിന്റാണ് പഠിക്കേണ്ടത്. ഓവർഫ്ലോ, അണ്ടർഫ്ലോ, പുഷ്, പോപ്പ്. ക്ലിയർ? ഒരു 2 അൽഗോരിതം. പുഷിന്റെ അൽഗോരിതം. ഒരു വാല്യൂസ് ഇൻസേർട്ട് ചെയ്യാണ്. വാല്യൂസ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഫസ്റ്റ് പോയിന്റ് എന്താ? സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ട് ചെയ്താൽ രണ്ടാമത്തെ സ്ഥാനം അവിടെ എലമെന്റ്സ് ഉണ്ടാവണം. n എന്നല്ല, n-1. എന്താ? n-1. സ്റ്റാക്കിലേക്ക് ഒരു വാല്യൂസ് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ അവിടെ ഫുൾ ആവാൻ പാടില്ല. ഇവിടെ 9, 2, 4 ഇങ്ങനെ ഫുള്ളാവാത്ത സിറ്റുവേഷനിലേക്ക് മാത്രമേ എലമെന്റ്സ് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം 9 ഉണ്ട്, 2 ഉണ്ട്, 4 ഉണ്ട്. അപ്പം ഇനി ഒരു എലമെന്റ് എവിടെ വരിക? ഇതിൻ്റെ തൊട്ട് മുകളിൽ. അപ്പം ടോസ് ഒന്ന് മുകളിലോട്ട് കയറുക, ദെൻ അവിടെ ഇൻസേർട്ട് ചെയ്യുക. അതല്ലാത്ത കേസ് ഫുള്ളായി കിടക്കുന്നതാണ്. ഫുള്ളായി കിടന്നാൽ പിന്നെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. 9, 2, 4, 3, 6 ഇങ്ങനെ ഫുള്ളായി കിടന്നാൽ അവിടെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല. ദാറ്റ് കേസ് ഈസ് കോൾഡ് ഓവർഫ്ലോ. ടോപ്പിക് ഈസ് ഓവർ.
അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫുള്ളായിനോ നോക്കുക. ഫുള്ളല്ല എങ്കിൽ ഇൻസേർട്ട് ചെയ്യാം. നമുക്കിങ്ങനെ ഐസ്ക്രീമിൻ്റെ ക്യൂബ്, ഐസ്ക്രീമിൻ്റെ കോണുകൾ ഇങ്ങനെ വെക്കുക, അല്ലെങ്കിൽ ചെയറുകൾ ഇങ്ങനെ അട്ടിക്ക് വെച്ചിട്ട് 100 ചെയറേ വെക്കാൻ പറ്റുള്ളൂ. അപ്പം 100 ചെയറും ഫുള്ളായെങ്കിൽ പിന്നെ വെക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം 100 എത്തിയിട്ടില്ല എങ്കിൽ ലെസ് ദാൻ n-1 അങ്ങനെ -1 വന്ന് 0 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. അതുകൊണ്ട് -1 എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് -1. സോ പോപ്പ് ഡിലീറ്റ് ചെയ്യാൻ പോവാണ്. ഡിലീറ്റ് ചെയ്യാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? എലമെന്റ് ഉണ്ടെങ്കിലല്ലേ ഡിലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എലമെന്റ് ഇല്ല എങ്കിൽ -1 ഉണ്ടാവുക. എലമെന്റ് ഉണ്ട് എങ്കിൽ ഗ്രേറ്റർ ദാൻ -1 ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് വൺ ഗ്രേറ്റർ ദാൻ -1 ആണെങ്കിൽ, ഗ്രേറ്റർ ദാൻ -1 ആണെങ്കിൽ അവിടെ എലമെന്റ് ഉണ്ട്. ആ എലമെന്റ് അവിടെ നിന്ന് എടുക്കുക. വാല്യൂ ഈക്വൽ ടു സ്റ്റാക്ക് ഓഫ് ടോസ്. ടോസത്തെ വാല്യൂ എടുത്താൽ ആരോ മാർക്ക് ഒന്ന് താഴോട്ടാവണം. ടോസ് ഈക്വൽ ടു ടോസ് -1. അതല്ലെങ്കിലോ എംപ്റ്റി ആണ്. അണ്ടർഫ്ലോ 2 പാർട്ടാണ്. ഒന്ന് അല്ലെ, രണ്ട് സെക്ഷനാണ്. ഇഫ് എൽസ് ടോപ്പിക് ഈസ് ഓവർ, സ്റ്റാക്ക് ഈസ് ഓവർ. ഇതേപോലെ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത അതേപോലെ ഇനി എന്ത് ഡിസ്കസ് ചെയ്യുക? ക്യൂ ഡിസ്കസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തിയേറ്ററിൽ ക്യൂ നിൽക്കുന്ന ആലോചിക്കാം. ക്യൂ ഇൻ തിയേറ്ററിൽ ക്യൂ നിൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? അയ്യോ, തിയേറ്ററിൽ ക്യൂ നിൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സാറേ ടിക്കറ്റ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനല്ലടാ, ഇങ്ങനെ ക്യൂ നിൽക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യം ആളുകൾ വരുന്നത് ബാക്കിലായിരിക്കും, എന്നാൽ ടിക്കറ്റ് കിട്ടൽ ഫ്രണ്ടിലായിരിക്കും. അപ്പോൾ ഇവിടെ എത്ര എൻഡ് ഉണ്ട്? 2 തല ഉണ്ട്. ഇൻസേർഷൻ ആൻഡ് ഡിലീഷൻ ആർ ടേക്സ് പ്ലേസ് അറ്റ് 2 ends. ഇൻസേർഷൻ ആൻഡ് ഡിലീഷൻ ആർ ടേക്സ് പ്ലേസ് അറ്റ് ഡിഫറെന്റ് എൻഡ്. 2 end. That end is called, the insertion end is called rear. ആളുകൾ ഇൻസേർട്ട് ചെയ്യുന്ന സ്ഥലം റിയർ. The deletion end is called front. അപ്പോൾ ഇവിടെ ഓടുന്ന പ്രിൻസിപ്പിൾ എന്താ? ഫസ്റ്റ് വന്നാക്കാണ് ഫസ്റ്റ് ടിക്കറ്റ് ഇട്ട. സോ ദ പ്രിൻസിപ്പിൾ ഈസ് FIFO, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ടോപ്പിക് ഈസ് ഓവർ. സെറ്റ് അല്ലേ? അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് വെക്കാം. 4 പോയിന്റ്സ്. ക്യൂവിൻ്റെ എക്സാമ്പിൾ insertion and deletion are takes place at 2 end. Insertion end is called rear, deletion end is called front. The principle is FIFO. 4 പോയിന്റ് നേരത്തെ ഡിസ്കസ് ചെയ്ത പുഷ്, പോപ്പ്, ഓവർഫ്ലോ, അണ്ടർഫ്ലോ. അതുപോലെ പുഷും പോപ്പിന് പകരം ഇവിടെ ഇൻസേർഷനും ഡിലീഷൻ ആണ്. ഇൻസേർഷൻ ആൻഡ് ഡിലീഷൻ. ഇൻസേർഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആഡ് ചെയ്യുക. പ്രോസസ് ഓഫ് ആഡിങ് എ ന്യൂ എലമെന്റ് ഇൻ ടു ദ ക്യൂവിലേക്ക് ഒരു എലമെന്റ് ആഡ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് പുഷ്. ഇറ്റ്സ് കോൾഡ് ഇൻസേർഷൻ. എന്നാൽ റിമൂവ് ചെയ്യുന്നതിനെ പറയുന്ന പേര് റിമൂവിങ് എക്സിസ്റ്റിംഗ് എലമെന്റ് ഫ്രം ദ ക്യൂവിൽ നിന്നും ഒരു എലമെന്റ് റിമൂവ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ഡിലീഷൻ. ഫുള്ളായി കിടക്കുന്നിടത്തേക്ക് ഒരു എലമെന്റ് ആഡ് ചെയ്താൽ അതിനെ പറയുന്ന പേരാണ് ഓവർഫ്ലോ. പ്രോസസ് ഓഫ് ആഡിങ് എ ന്യൂ എലമെന്റ് ഇൻ ടു ദ ഫുൾ ക്യൂ. ഫുള്ളായി കിടക്കുന്നവർക്ക് ഒരു എലമെന്റ് ആഡ് ചെയ്യുന്നത് അതിനെ പറയുന്ന പേരാണ് ക്യൂ ഓവർഫ്ലോ. എംറ്റി ആയോടത്തുനിന്ന് റിമൂവിങ് ആൻ എലമെന്റ് ഫ്രം ദ എംറ്റി ക്യൂ. എംറ്റി ആയി കിടക്കുന്നവിടത്തുനിന്ന് ഒരു എലമെന്റ് റിമൂവ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ക്യൂ അണ്ടർഫ്ലോ. 4 പോയിന്റ്സ്. ഇനി ഇതേപോലെ 2 അൽഗോരിതം. 2 അൽഗോരിതം? ക്യൂവിന്റെ ഇൻസേർഷന്റെ അൽഗോരിതം, ക്യൂവിന്റെ ഡിലീഷന്റെ അൽഗോരിതം. ക്യൂവിന്റെ ഇൻസേർഷന്റെ അൽഗോരിതം ശ്രദ്ധിക്കേണ്ടത് എലമെന്റ്സ് ഉണ്ടെങ്കിൽ അല്ലെ, എലമെന്റ്സ് എംറ്റി ആണെങ്കിൽ ആദ്യം നോട്ട് ചെയ്ത് വെക്കേണ്ടത് എംറ്റി ആണോ എന്ന് നോക്കാം. എംറ്റി ആണെങ്കിൽ ആരുമില്ലാത്ത കേസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആരുമില്ലാത്ത കേസിലാണെങ്കിൽ ഒരു എലമെന്റ് ഇൻസേർട്ട് ചെയ്താൽ ആ എലമെന്റ് എവിടെ ഉണ്ടാവുക? ഫസ്റ്റ് പൊസിഷനിൽ ഉണ്ടാവുക. ഫ്രണ്ട് ഈക്വൽ ടു റിയർ ഈക്വൽ ടു 0 അവിടെ ഇൻസേർട്ട് ചെയ്യും. അതല്ലെങ്കിൽ ഫുൾ അല്ലാത്ത കേസ്, അതായത് ഗ്രെയ്റ്റർ ദാൻ -1 ആണ്, ലെസ് ദാൻ n ആണ്. ഫുൾ അല്ല എങ്കിൽ റിയർ ഒന്ന് മുന്നോട്ട് കയറുക. നേരത്തെ ടോസിക്കിലോ ടോസ് +1 എഴുതിയ പോലെ റിയർ ഒന്ന് മുന്നോട്ട് കയറുക, അവിടെ ഇൻസേർട്ട് ചെയ്യുക. അതുമല്ലെങ്കിൽ ഓവർഫ്ലോ ആയിരിക്കും. സ്റ്റാക്കിന്റെ കേസിൽ 2 പാർട്ടുകളിൽ ഇഫ് എൽസും ഇവിടെ 3 പാർട്ടുണ്ടാവും. ഇഫ് എൽസ്. കം ടു ദി സെക്കൻഡ് പാർട്ട്, അൽഗോരിതം ഫോർ ഡിലീഷൻ. അൽഗോരിതം ഫോർ ഡിലീറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് കുറച്ച് എലമെന്റ്സ് അവിടെ ഉണ്ടാവണം, എന്നാലേ ഡിലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എലമെന്റ് ഉണ്ട് എങ്കിൽ ഫ്രണ്ട് ഗ്രെയ്റ്റർ ദാൻ -1 ആയിരിക്കും. അതേപോലെ ഫ്രണ്ട് റിയറിൽ എത്തിയിട്ടുണ്ടാവില്ല. അപ്പോൾ 2നും മിഡിലാണ്. എലമെന്റ്സ് അവിടെ ഉണ്ട്. എലമെന്റ്സ് ഉണ്ടെങ്കിൽ അവിടുന്ന് എലമെന്റ് എടുക്കുക, ഫ്രണ്ട് ഒന്ന് മുന്നോട്ട് കയറുക. ഫ്രണ്ട് +1. അതല്ലെങ്കിൽ അണ്ടർഫ്ലോ. ഈ സിറ്റുവേഷനിൽ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. ഒരു സിംഗിൾ എലമെന്റ് ആവുന്ന കേസ് അത് റിമൂവ് ചെയ്താൽ ഫ്രണ്ട് മുന്നോട്ട് കയറും. അപ്പൊ റിയർ ബാക്കിലാണ്, ഫ്രണ്ട് മുന്നോട്ട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നാൽ ഫ്രണ്ട് എങ്ങാനോ ഗ്രെയ്റ്റർ ദാൻ റിയർ ആയാൽ
ഫ്രണ്ട് ഈക്വൽ ടു റിയർ ഈക്വൽ ടു -1. ടോപ്പിക് ഈസ് ഓവർ. അപ്പൊ ഇതാണ് നമ്മുടെ ക്യൂ. ഈ 4 അൽഗോരിതം ഷുവറാണ്. അപ്പൊ ഈ 4 ഈ ക്യൂ ഡിലീഷന്റെ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. ക്യൂ ഡിലീഷന്റെ കേസിൽ ഇതാണ് നമ്മുടെ നമ്പർ 9243. ഇത് ഫ്രണ്ട് ആണ്, ഇത് റിയർ ആണ്. ഇവിടെ ഞാൻ ഒരു എലമെന്റ് ഡിലീറ്റ് ചെയ്താൽ ആര് പോവും? 9 പോവും. 9 പോയാൽ 243 എന്ന് വരും. ഫ്രണ്ട് ഇതാണ്, റിയർ ഇതാണ്. ഇതിന്റെ കേസിൽ നമുക്ക് എത്ര നമ്പേഴ്സ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും? ഒരൊറ്റ നമ്പർ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ മാത്രമേ ഇൻസേർഷൻ പോസിബിൾ ആവുള്ളൂ. ഈ മെമ്മറി വേസ്റ്റേജ് ആണ്. കാരണം വി കാണ്ട് ഇൻസേർട്ട് ആൻ എലമെന്റ് ഇൻ ടു ദി ഫസ്റ്റ് പൊസിഷൻ. ഫ്രണ്ടിന്റെ ബാക്കിലുള്ള സ്ഥലത്ത് ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് വലിയൊരു പ്രോബ്ലം ആണ്, മെമ്മറി വേസ്റ്റേജിന്റെ പ്രോബ്ലം. ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് സർക്കുലർ ക്യൂ. ഇതിന്റെ പ്രത്യേകത, ഞാൻ വരച്ചത് ലീനിയർ ക്യൂ ആണ്. നേരെ വരക്കുന്നതിന് പകരം ഇത് സർക്കുലർ ഷേപ്പിലേക്ക് മാറ്റുക. ദ ക്യൂ ഇൻ വിച്ച് 2 and meet each other. ഇത് നേരെ സർക്കുലർ ഷേപ്പിൽ റെപ്രസെന്റ് ചെയ്യാം. സർക്കുലർ ഷേപ്പിൽ റെപ്രസെന്റ് ചെയ്യാം. അന്നേരം 9243 ഇത് ഫ്രണ്ട് ആണ്, ഇത് റിയർ ആണ്. നമുക്കിതിൽ ഒരു ഡിലീറ്റ് സംഭവിച്ചാൽ എന്താ സംഭവിക്കുക? ഡയഗ്രാം ഇതേപോലെ 9243 9 അവിടെ ഉണ്ടാവില്ല, 243 ഇത് റിയർ ആണ്, ഇത് ഫ്രണ്ട് ആണ്. വി ക്യാൻ ഇൻസേർട്ട് 2 elements. ഇവിടെ ഇൻസേർട്ട് ചെയ്യാം, 2 elements ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഇതാണ് ഈ പ്രോബ്ലം, ക്യൂ ഡിലീഷന്റെ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ടെക്നിക്കാണ് എന്തുപയോഗിക്കുക? സർക്കുലർ ഷേപ്പിലേക്ക് മാറ്റുക. ക്ലിയർ അല്ല? സോ ദ ലാസ്റ്റ് ടോപ്പിക് ലിങ്ക്ഡ് ലിസ്റ്റ് ആണ്. എന്താ ലിങ്ക്ഡ് ലിസ്റ്റിന്റെ പ്രത്യേകത? കണക്ട് ചെയ്ത് പോകുന്നതിന് പറയുന്ന പേരാണ് ലിങ്ക്ഡ് ലിസ്റ്റ്. കളക്ഷൻ ഓഫ് നോഡ്സ് ആണ്, ഒരുപാട് നോഡ്സ് ആണ്. ഓരോ നോഡിന്റെ പ്രത്യേകത, ഇതിങ്ങനെ ഓരോ നോഡാണ്. നോഡിന്റെ പ്രത്യേകത, അതിൽ 2 പാർട്ടാണ്. ഒന്നാമത്തെ പാർട്ട് ഡാറ്റ പാർട്ട്, രണ്ടാമത്തെ പാർട്ട് കൊളത്തുന്ന പാർട്ട്. ഞാൻ എപ്പോഴും പറഞ്ഞ ഒരു എക്സാമ്പിൾ ആണ്, ട്രെയിൻ ആലോചിച്ചാൽ മതി. ട്രെയിനിന്റെ പ്രത്യേകത, ഒരു ബോഗി, ആ ബോഗി മറ്റൊരാളുമായിട്ട് അറ്റാച്ച് ചെയ്യും. അപ്പം ഇതിനെ പറഞ്ഞ പേരാണ് കളക്ഷൻ ഓഫ് നോഡ്സ്. ഓരോ നോഡിലും ഈച്ച് നോഡ്സ് കണ്ടെയ്ൻ 2 പാർട്ട്, ഡാറ്റ പാർട്ടുണ്ട്, ലിങ്ക് പാർട്ടുണ്ട്, കണക്ട് ചെയ്യാൻ വേണ്ടി. ആൻഡ് ദർ കണ്ടെയ്ൻ എ സ്റ്റാർട്ട് പോയിന്റർ. സ്റ്റാർട്ട് ഉണ്ടാവും. സ്റ്റാർട്ടിൽ എന്താ ഉണ്ടാവുക? ആദ്യത്തെ അഡ്രസ് ഉണ്ടാവും, അഡ്രസ് ഓഫ് ദ ഫസ്റ്റ് നോഡ്സ്. ഈ ലിങ്ക് ലിസ്റ്റിലെ ആദ്യത്തെ ആളുടെ അഡ്രസ് അടങ്ങിയിരിക്കുന്ന സ്ഥലമാണ് സ്റ്റാർട്ട്. അവസാനത്തെ ലിങ്കിൽ ആരും ഉണ്ടാവില്ല. ഇതിനെ പറയുന്ന പേരാണ് നൾ. അപ്പൊ ഇവിടുത്തെ ഈ സ്ലൈഡിൽ ശ്രദ്ധിക്കേണ്ടത് 3 പോയിന്റ് ആണ്. നോഡ് എന്താന്ന് പറയാ? കളക്ഷൻ ഓഫ് നോഡ്സ് ആണ്. ലിങ്ക് ലിസ്റ്റ് എന്താ? കളക്ഷൻ ഓഫ് നോഡ് ആണ്. ഇൻ വിച്ച് ഈച്ച് നോഡ് കൺസിസ്റ്റ് ഓഫ് 2 പാർട്ട്, ഡാറ്റ പാർട്ട് ആൻഡ് ലിങ്ക് പാർട്ട്. എന്താ ഡയഗ്രാം വരക്കുക. 4ാമത്തെ കാര്യം നോട്ട് ചെയ്ത് വെക്കേണ്ടത്, ലിങ്കിൽ ഇതിൽ 2 പാർട്ട് ഉണ്ട്, സ്റ്റാർട്ടുണ്ട്, നള്ളുണ്ട്. സ്റ്റാർട്ടിൽ ഫസ്റ്റ് നോഡിന്റെ അഡ്രസ്, നള്ളിൽ ദ ലിങ്ക് പാർട്ട് ഓഫ് ദ ലാസ്റ്റ് നോഡ് കണ്ടെയ്ൻ നൾ. ഈ സ്ട്രക്ചർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? സ്ട്രക്ചർ നോഡ്സ്, ഡാറ്റ ഉണ്ട്, ലിങ്ക് ഉണ്ട്. അപ്പൊ ഒരു ഡാറ്റ ഉണ്ട്, ഇതാണ് നോഡ്. ഡാറ്റ ഉണ്ട്, അതേപോലെ ലിങ്കും ഉണ്ട്. ഈ ഡാറ്റയും ലിങ്കുള്ള ഇതിനെ പറയുന്ന പേരാണ് സെൽഫ്. അല്ലെ? ഒരു സ്ട്രക്ചറിന്റെ ഉള്ളിൽ അതേ സ്ട്രക്ചറിന്റെ തന്നെ പോയിന്റർ. ദിസ് കോൺസെപ്റ്റ് ഈസ് കോൾഡ് സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ. സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയും. യെസ്. അപ്പം ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന്റെ തൊട്ട് മുമ്പ് ഇതിലുള്ള എന്തൊക്കെ ഓപ്പറേഷൻസ് ഉണ്ട് സ്ട്രക്ചറിലെ ലിങ്ക്ഡ് ലിസ്റ്റിന്റെ ഓപ്പറേഷൻസ് ഓൺ ലിങ്ക്ഡ് ലിസ്റ്റ്. ഓപ്പറേഷൻസ് ഓൺ ലിങ്ക്ഡ് ലിസ്റ്റ്. ലിങ്ക്ഡ് ലിസ്റ്റിന്റെ 4 ഓപ്പറേഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന്, ഒരു ലിങ്ക്ഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക, ക്രിയേഷൻ. ആ ലിങ്ക്ഡ് ലിസ്റ്റിലേക്ക് വാല്യൂസ് ഇൻസേർട്ട് ചെയ്യുക, ഇൻസേർഷൻ. ലിങ്ക്ഡ് ലിസ്റ്റിൽ നിന്നും ഒരു നോഡ് ഡിലീറ്റ് ചെയ്യുക, ഡിലീഷൻ. ജസ്റ്റ് ചുമ്മാ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ഒന്ന് ട്രാവൽ ചെയ്യുക, ട്രാവേഴ്സൽ. 4 ഓപ്പറേഷൻസ് ആണ് ലിങ്ക്ഡ് ലിസ്റ്റിൽ ഉണ്ടാവുക. സോ ചാപ്റ്റർ ഈസ് ഓവർ. കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ സ്ട്രക്ചർ ഡയറക്റ്റ് ആണ്. ഡാറ്റ സ്ട്രക്ചർ ഈസ് ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു 2, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട്സ്. സിമ്പിളിന്റെ ഉള്ളിൽ അഗെയിൻ ക്ലാസിഫൈഡ് ഇൻ ടു അറേ ആൻഡ് സ്ട്രക്ചർ. കോമ്പൗണ്ട് ഡാറ്റ സ്ട്രക്ചർ ഈസ് അഗെയിൻ ക്ലാസിഫൈഡ് ഇൻ ടു 2, ലീനിയർ ആൻഡ് നോൺ ലീനിയർ. ലീനിയർ ഡാറ്റ സ്ട്രക്ചറിന്റെ ഉള്ളിൽ 3 എലമെന്റ്സ്,
ഏതൊക്കെയാ? സ്റ്റാക്ക്, ക്യൂ, ലിങ്ക്ഡ് ലിസ്റ്റ്, നോൺ ലീനിയറിന്റെ ഉള്ളിൽ ഗ്രാഫും ട്രീയും. ക്യൂ ഫോളോസ് ഫിഫോ, സ്റ്റാക്ക് ഫോളോസ് ലിഫോ പ്രിൻസിപ്പിൾ, ജസ്റ്റിഫൈ. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ ആ 4 പോയിന്റ്സുകൾ എഴുതി വെക്കാം. 4 പോയിന്റ്സ്. സ്റ്റാക്ക്, ക്യൂ. സ്റ്റാക്ക് ഈസ് ഇൻസെർഷൻ ആൻഡ് ഡിലീഷൻ ആർ ടേക്സ് പ്ലേസ് അറ്റ് 1 end. Insertion and deletion are takes place at 2 end. That end is called toss. But insertion end is called rear. Deletion end is called French. The principle is LIFO, but the principle is FIFO. Algorithm for push, direct step ആണ് 5 സ്റ്റെപ്പ്. അതേപോലെ അൽഗോരിതം ഫോർ ഡിലീറ്റിംഗ് എലമെന്റ് ഫ്രം ക്യൂവിൽ നിന്നും എലമെന്റ് ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ ഡയറക്റ്റ് 4 അൽഗോരിതംസ്. അപ്പോൾ ഈ ചാപ്റ്റർ അതിമനോഹരമായ ടോപ്പിക്. 6 ടോപ്പിക്സ് ഉള്ള ഈ ചാപ്റ്ററിൽ ഷുവറായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ ടോപ്പിക് അല്ലാത്ത ബാക്കി എല്ലാ ടോപ്പിക്കും. ക്ലാസിഫിക്കേഷൻ പഠിക്കണം, ഓപ്പറേഷൻ പഠിക്കണം. സ്റ്റാക്കിന്റെ കേസിൽ പുഷ്, സ്റ്റാക്കിന്റെ ഡെഫിനിഷൻ പഠിക്കണം. പുഷ് എന്താ പഠിക്കണം, പോപ്പ് എന്താ പഠിക്കണം, ഓവർഫ്ലോ, അണ്ടർഫ്ലോ, 2 അൽഗോരിതം. ക്യൂവിന്റെ കേസിൽ ഡെഫിനിഷൻ, ഫ്രണ്ട്, റിയർ, ദെൻ ഫിഫോ പ്രിൻസിപ്പിൾ, 4 ഡെഫിനിഷൻസ്, ഇൻസെർഷൻ, ഡിലീഷൻ, ഓവർഫ്ലോ, അണ്ടർഫ്ലോ. ദെൻ ക്യൂവിന്റെ ഇൻസെർഷൻ, ഡിലീഷൻ, ആൻഡ് ഫൈനലി സർക്കുലർ ക്യൂ. 6ാമത്തെ ലിങ്ക്ഡ് ലിസ്റ്റ്. ലിങ്ക്ഡ് ലിസ്റ്റിന്റെ പ്രത്യേകത കണക്ട് ചെയ്ത് പോവും. അതിൽ ഓപ്പറേഷൻസ് പഠിക്കുക. സെൽഫ് റെഫറൻസ് സ്ട്രക്ചർ ആണ്. സെറ്റ് അല്ലേ? ചാപ്റ്റർ 3 ഈസ് ഓവർ. താങ്ക് യു.